हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നും 58, 59 ചൊല്ലാം. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകം ഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര വേദാസ്വാംഗോജിത കൃഷ്ണോ ദൃഢസംഘർഷണച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന. ഇന്നത്തെ ആദ്യത്തെ നാമം 546 ചക്രഗദാധര. ചക്രഗദാധര. ഭീഷ്മരും കൂടി ഇവിടെ വേദാന്തൊക്കെ വിട്ടിട്ട് പുരാണത്തിലേക്ക് പോവാണ്. ഇതേവരെ നമ്മൾ വേദാന്തപരമായിട്ടുള്ള അർത്ഥങ്ങളായിരുന്നു ഇതെല്ലാം നാമത്തിനൊക്കെ വിവരിച്ചിരുന്നത്. ഇതിപ്പോൾ അതൊക്കെ വിട്ടു ഭീഷ്മർ. ഇപ്പോൾ വേദാന്തൊക്കെ വിട്ടു. എന്നിട്ടിപ്പോൾ പുരാണങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ നാമം എന്താ? ഭീഷ്മർ പറഞ്ഞ ചക്രഗദാധര, കൈകളിൽ ചക്രവും ഗദയും ധരിക്കുന്നവൻ. ഒരു കാര്യം പറയേണ്ട വയ്യാട്ടോ, ഭഗവാൻ നല്ല എന്താ പറയുക, ദിവ്യദൃഷ്ടിയുള്ളൊരു വ്യക്തിയാണ്, സംശയമില്ല അതിൽ. കാരണം അദ്ദേഹത്തിന് അറിയാം, കലികാലത്ത് കയ്യിൽ ചക്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ചക്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? തിരുവിതാംകൂറുകാർക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. കയ്യിൽ ചക്രം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് ഭഗവാൻ സുദർശനം എന്ന ചക്രം, കൗമുദി എന്ന ഗദ ലോകോദ്ധാരണത്തിന് വേണ്ടിയിട്ട് സദാ ധരിച്ചുകൊണ്ട് നടക്കുന്നു. ഓൾവേസ് ഇൻ യൂണിഫോം. അതെപ്പോഴും കയ്യിലുണ്ടാവും. മനസ്തത്വാത്മകം ചക്രം ബുദ്ധിതത്വാത്മകം ഗദാം ധാരയൻ ലോകരക്ഷാർത്ഥം മുകുന്ദ ചക്രഗദാധര. വിഷ്ണുപുരാണത്തിലത്തെ ശ്ലോകമാണത്. ഈ ചക്രം എന്ന് പറയുന്നത് മനസ്സ് തത്വമാണ്. മനസ്സിൻ്റെ തത്വമാണ് ചക്രം. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ചക്രം. ബുദ്ധി തത്വാത് ഗദാത്മകം. ഗദ ബുദ്ധിയുടെ തത്വമാണ്. അപ്പോൾ ഇത് രണ്ടും, മനസ്സിനെയും ബുദ്ധിയും ഭഗവാന്റെ കയ്യിൽ വെച്ചിട്ടാണ് ഭഗവാൻ നമ്മളെ നയിക്കുന്നത്. ധാരയൻ എന്തിനാ? ലോകരക്ഷാർത്ഥം, ധർമ്മസംസ്ഥാപനാർത്ഥായ, അതിനു വേണ്ടിയിട്ടാണ് മുകുന്ദ ചക്രഗദാധര. മുകുന്ദൻ ചക്രഗദാധരനായിട്ടിരിക്കുന്നതെന്ന് വിഷ്ണു പുരാണത്തിൽ. അതുകൊണ്ടാണ് ചക്രഗദാധര എന്നുള്ള നാമം ഭഗവാന് വരാൻ കാരണം. ഓക്കെ. ഇനി 547 വേദ. വേദ വേദ മീൻസ് വേദസ്. വേദസ് മീൻസ് ബ്രഹ്മാവ്. വേദ മീൻസ് ബ്രഹ്മാവ്. രജോഗുണം ഭഗവാൻ സ്വയം സ്വീകരിച്ച് ഭഗവാൻ സൃഷ്ടികർത്താവായ ഭഗവാനായി തന്നെ വർത്തിക്കുന്നു. സൃഷ്ടികർത്താവായിട്ടും ഭഗവാൻ തന്നെ വർത്തിക്കുന്നു, രജോഗുണം കയ്യിലെടുത്തിട്ട്. അപ്പം ആ സംരംഭം വിധാനം ചെയ്യുന്നതിനാൽ വേദസ്. വിധാനം ചെയ്യുന്നവൻ വേദസ് എന്നർത്ഥം. ഓർഗനൈസ് ചെയ്യുന്നവൻ, സൃഷ്ടിയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആൾ ഭഗവാനാണ്. അപ്പം എന്ത് ഗുണം വെച്ചിട്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്ന? രജോ ഗുണം. ഭഗവാന്റെ പ്രധാനമായിട്ടുള്ള തേജസ് എന്താ? സത്വഗുണമാണ്. പരബ്രഹ്മം എന്ത് ഗുണ? പരബ്രഹ്മം സത്വഗുണം മാത്രമേ ഉള്ളൂ. സത്വഗുണമാണ്. ഭഗവാൻ സത്വഗുണ പ്രധാനിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ രജോ ഗുണം എടുത്തിട്ട്
സൃഷ്ടിപ്രക്രിയയ്ക്ക് പുറപ്പെടുമ്പോൾ അതിൻ്റെ പ്രക്രിയകളെല്ലാം തുടങ്ങുമ്പോൾ അത് എന്താ പറയുക, വിധാനം ചെയ്യുന്നത് കൊണ്ട് വേദസ്. ജീവികളുടെ പ്രാരാബ്ധ കർമ്മം അവർക്ക് അനുഭവിക്കാനായി അതിനുതകുന്ന പരിതസ്ഥിതി, അതിനുതകുന്ന രൂപം, ഒതുങ്ങുന്ന ദേഹം, ഇതോരോന്ന് നൽകി ഓരോ ജീവനെയും അനുഗ്രഹിക്കുന്നു അല്ലേ. നമ്മളുടെ വാസന, കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന വാസനയുടെ പ്രബലത ഏത് വാസനയ്ക്കാണ് എന്ന് വെച്ചാൽ ആ വാസന ആദ്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരവസരം ഭഗവാൻ നമുക്ക് സൃഷ്ടിച്ചിട്ട് ആ അന്തരീക്ഷത്തിലാണ് നമ്മളെ കൊണ്ടിടുന്നത്. അവിടെ ഒരു അമ്മയെ കണ്ടെത്തി, ഒരു അച്ഛനെ കണ്ടെത്തി, അവർ ബീജോത്പാദനം നടത്തി അതിൽ ഈ ജീവനെ പ്രവേശിപ്പിച്ച് 9 മാസം അവിടെ വെയിറ്റിംഗ് ഹാളിലിട്ട് അത് കഴിഞ്ഞ് പുറത്തു വന്ന് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് തല ഉലുക്കി പുറത്തു വന്ന രാക്ഷസനാണ് ഇപ്പോൾ നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടുകൾ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നാട്, വീട്, ഈ അന്തരീക്ഷം, നമ്മളുടെ മനോഭാവം, ഇതെല്ലാം തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം ഭഗവാൻ അങ്ങനെ നിങ്ങൾക്കിത് തരണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല, ഒരാഗ്രഹവുമില്ല. നമ്മൾ എന്നെ ചോദിച്ച്, എൻ്റെ അധികാരമാണത്, ഇറ്റ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചതാണ് പ്രാരാബ്ധ കർമ്മങ്ങൾ. അതനുസരിച്ച് ഭഗവാൻ തരുന്നു, അനുഗ്രഹിക്കുകയല്ലേ ചെയ്യണം. ഇതൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകണ്ടേ പാദദേഹത്തുനിന്ന്? ഈ വാസനബാധ എന്ന് പറയുന്നത് ഒന്ന് ഒഴിഞ്ഞു പോകണ്ടേ? അപ്പം അതിനുതകുന്ന ശരീരം, മനസ്സ്, അന്തരീക്ഷം, ചുറ്റുപാട്, പ്രകൃതി, ഇതെല്ലാം തന്ന് ഒരു സംവിധാനം ചെയ്യുന്ന എന്താണ് സാഷ്ട പ്രജാപതി യഥാ. പ്രജാപതി എന്താണ് പ്രജാപതി, സാഷ്ട, വേദ എന്നൊക്കെ പറയുന്നത് ബ്രഹ്മാവിൻ്റെ പര്യായങ്ങളാണ്. അതുകൊണ്ടാണ് വേദ എന്നുള്ള നാമം വരാൻ കാരണം. അടുത്ത നാമം 548 സ്വാംഗ. സ്വാംഗ സ്വാംഗ എന്ന് വെച്ചെങ്കിൽ തന്നെത്താൻ കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ എന്നർത്ഥം. കാര്യങ്ങളെല്ലാം തന്നെത്താൻ നിർവഹിക്കുന്നവൻ, വേറെ ആരുടെയും സഹായമില്ല. എല്ലാം ഭഗവാന്റെ ചൊൽപ്പടിക്കുള്ള സഹായങ്ങളല്ലാണ്ട് ഭഗവാൻ ഒന്നും സൃഷ്ടിക്ക് അവലംബിച്ചിട്ടില്ല. അങ്ങനെ അവലംബിക്കാനില്ല. കാരണം എല്ലാം ഭഗവാനാണ്, പിന്നെ ആരെ അവലംബിക്കാനാ? അപ്പോൾ സൃഷ്ടിക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഭഗവാൻ സ്വയം സൃഷ്ടിച്ചതാണ്. സെൽഫ് ഇൻ്റഗ്രേറ്റഡ്. ഹുണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അവർ കൊറിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാറ്, റെഫ്രിജറേറ്റർ, TV, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവർ ഇപ്പോൾ കാറുണ്ടാക്കുന്ന ഒരു ഫാക്ടറി എന്ന് ചോദിച്ചാൽ ആ കാറുണ്ടാക്കാനുള്ള സകല പദാർത്ഥങ്ങളും ഒരു അന്യാശ്രയം ഇല്ലാണ്ട് അവർ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. അന്യാശ്രയം മീൻസ് വേറൊരു കമ്പനി ആശ്രയിക്കാണ്ട്. ആ കാറുണ്ടാക്കാനുള്ള എല്ലാ പാർട്സും ഉണ്ടാക്കുന്നത് ഹ്യുണ്ടായിക്കാരൻ്റെ വേറൊരു കമ്പനിയാണ്. അതേ മാനേജ്മെൻറ്റിന് പേര് വേറെ ആയിരിക്കാം, കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി വേറെ പേരിട്ടുണ്ടാവും. അപ്പോൾ കാറിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാവും, ആ ഫാക്ടറി എൻജിൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ. കാറിൻ്റെ ഗ്ലാസ് പെയിൻ, വിൻഡോ പെയിൻ, ഗ്ലാസ് ഫ്രണ്ടിലെ ബാക്കിലെ വിൻഡോ ഉള്ള ഗ്ലാസ്സുകൾ ഉണ്ടാക്കാൻ ഒരു ഫാക്ടറി, ഗ്ലാസ് ഫാക്ടറി. അതാരുടെ? അതും ഉണ്ട് തന്നെ. സീറ്റ് കവറ്, കുഷൻ കവറ്, അതിനുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ ആരുണ്ടാക്കണം? അത് ഉണ്ടായിട്ട് വേറൊരു ഫാക്ടറി. അത് ചിലപ്പോൾ കൊറിയയിലായിരിക്കാം, ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കാം, ചിലപ്പോൾ വേറെല്ലായിടത്തും ആവാം. അതൊക്കെ ഹിസ്റ്ററി ജോഗ്രഫി അനുസരിച്ചിട്ട് അവർ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കും. പക്ഷേ എല്ലാം ഹുണ്ടായുടെ മാനേജ്മെൻറ്റിൽ നടക്കുന്നതാണ് എല്ലാം. അപ്പോൾ ഒരു കാർ ഉണ്ടാക്കി കാറ് ഫാക്ടറിയിൽ നിന്ന് റോൾ ചെയ്യണമെങ്കിൽ ഈ ഹുണ്ടായി കമ്പനിക്ക് ഒരു അന്യാശ്രയം വേണ്ട. എല്ലാം ഹുണ്ടായി കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതിന് മാനേജ്മെൻറ്റിന് പറയാം ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്നാണ്. അപ്പോൾ കാറുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? എൻജിൻ വേണം. എൻജിൻ വേണമെങ്കിൽ എൻജിന് കംപ്രസർ വേണം. കംപ്രസർ വേണമെങ്കിൽ അതിൻ്റെ സ്റ്റീൽ വേണം. സ്റ്റീൽ വേണമെങ്കിൽ നട്ട് ആൻഡ് ബോൾട്ട് വേണം. ഇങ്ങനെ ബാക്ക്വേർഡായിട്ട് സീറ്റ് കവർ ഉണ്ടാക്കണം. അതിന് PU ഫോം വേണം, അല്ലെങ്കിൽ ലെതർ വേണം. അപ്പോൾ അതിനെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോകും. ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷനാണ് അതിന് പറയാം. അപ്പോൾ അങ്ങനെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ്റെ കമ്പനി ഒരു എക്സാമ്പിൾ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ പറയുന്നത് ഹുണ്ടായാണ്. അതുപോലെ തന്നെ ഹുണ്ടായുടെ റെഫ്രിജറേറ്റർ ഉണ്ടാക്കാനും അവർക്ക് വേറെ ആരെയും ആശ്രയം വേണ്ട. ആ റെഫ്രിജറേറ്ററിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും.
പക്ഷേ ഇപ്പോൾ റെഫ്രിജറേറ്റർ ഉണ്ടാക്കാനായിട്ട് കംപ്രസർ വേണം. ആ കംപ്രസർ ഉണ്ടാക്കാനായിട്ടൊരു ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഫാക്ടറിയിലേക്കുള്ള എല്ലാ കംപ്രസറും എവിടെ നിന്നാണ് വരിക? അത് കൂടാണ്ട് അവിടെ സർപ്ലസ് ഉണ്ടാവും. അത് വേണ്ടവർക്ക് എടുക്കാൻ ഉപയോഗിക്കാം, വേണ്ടവർക്ക് വിൽക്കാതെ, വേണ്ടവർക്ക് അവർ തന്നെ മേടിക്കാം. അപ്പോൾ വേറെ റെഫ്രിജറേറ്റർ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റൊക്കെയാണത്. അപ്പോൾ എന്തുതന്നെയായാലും ഉണ്ടായ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു കാറോ റെഫ്രിജറേറ്ററോ ഉണ്ടാക്കി സൃഷ്ടിച്ച് ആ സൃഷ്ടി മാർക്കറ്റിൽ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഇവന് വേറെ ആരെ ആശ്രയിക്കേണ്ട. ഇവന് ഇവൻ്റേതായിട്ടുള്ള മാർക്കറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഇവനുണ്ട്, ബാങ്ക് ഉണ്ട്, എല്ലാം അവനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനൊരു തുക്കട കമ്പനി ഉണ്ടായി ഇത് നടത്താമെന്നുണ്ടെങ്കിൽ ഭഗവാനാ വിഷമം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ? ഭഗവാനെന്താ വിഷമം? ഒരു വിഷമമില്ല. അപ്പോൾ സൃഷ്ടിക്ക് വേണ്ട എല്ലാ അസംസ്കൃത പദാർത്ഥങ്ങളും യന്ത്രോപകരണങ്ങളും അതിൻ്റെ ബുദ്ധിയും ഉൽപ്പാദിപ്പിക്കാനുള്ള അറിവ് ഭഗവാനിൽ തന്നെ സ്വയം നിക്ഷിപ്തമാണ്. എല്ലാം ഭഗവാനിലുണ്ട്. ഭഗവാൻ ജ്ഞാനസ്വരൂപിയാണ്. ഭഗവാൻ ഓംനി പ്രസൻ്റാണ്, ഓംനിപോട്ടൻ്റാണ്. അതുകൊണ്ട് എല്ലാം ഭഗവാൻ പൂർണ്ണ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വേണ്ട എല്ലാ അസംസ്കൃത പദാർത്ഥങ്ങളും സൃഷ്ടിച്ചു. റോ മെറ്റീരിയലൊക്കെ ആദ്യം അങ്ങോട്ട് സൃഷ്ടിച്ചു, മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ. അത് ചിലർക്ക് സീക്രട്ട് അപ്പോഴും അറിയില്ല ആർക്ക് എന്തായി സാധനം എന്ന്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും എന്തുകൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയലാന്ന് എല്ലാവർക്കും വല്ല പിടിയുണ്ട്. നാവ് ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയാം. എന്താ അതിൻ്റെ കോമ്പണൻ്റ്? നാവ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? സ്പോഞ്ച് പോലെ രസം അറിയാവുന്നത് അല്ലേ? ആ ഇലക്ട്രിസിറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നിടത്തോളം കാലം നാവിന് രസം അറിയാം. പക്ഷേ നാവ് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുവല്ല, അതിൻ്റെ സംസ്കൃത വസ്തു, റോ മെറ്റീരിയലല്ല ഈ ശരീരത്തിൽ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. കയ്യിൻ്റെ മുകളിലുണ്ട് സ്കിന്നുണ്ട്, മൂക്കത്ത് സ്കിന്നുണ്ട്, കവളത്ത് സ്കിന്നുണ്ട്. ആ സ്കിന്നുകൊണ്ടാണോ നാവ് ഉണ്ടാക്കിയിരിക്കുന്നത്? നാവിൻ്റെ മെറ്റീരിയൽ മേക്ക് എന്താ? നഖം, അതിൻ്റെ മെറ്റീരിയൽ മേക്ക് എന്താ? നമ്മൾ ദിവസം വെട്ടിക്കളിയില്ലേ? എന്തുകൊണ്ടുണ്ടാക്കിയത് അത്? ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും ആലോചിക്കേണ്ടതാണ്. കാരണം എവിടെ അത് കിട്ടുക? നാവിൻ്റെ ഒരു സബ് മെറ്റീരിയൽ ഇതൊന്ന് പോയിക്കുക, ഇതൊന്ന് മാറ്റണം, ഒന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു നാവ് എവിടെ കിട്ടുക? ഈ നഖത്തിൻ്റെ ആ മെറ്റീരിയൽ എവിടെ കിട്ടുക? ഞാൻ കുറേ നഖങ്ങൾ ഉണ്ടാക്കായിരുന്നു, അതെവിടെ കിട്ടുക? അപ്പോൾ ഇതൊക്കെ ഭഗവാന് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. എന്തുതന്നെയായാലും ഭഗവാന്റെ പരിധിയിൽ വിട്ടിട്ട് വേറെ എവിടെയും പോയിട്ട് ചോദിക്കാറില്ല. നഖമുണ്ടോ, നാവ് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടോ, എക്സ് ഉണ്ടോ, വൈ ഉണ്ടോ, ഇത് എവിടെയും പോയി അന്വേഷിക്കാറില്ല. എല്ലാം ഭഗവാൻ തന്നെ. മനുഷ്യ സൃഷ്ടി ഇല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടിജാലങ്ങൾക്ക്, പക്ഷി മൃഗാദികളായാലും ശരി, സസ്യലതാദികളായാലും ശരി, ഏത് സൃഷ്ടിക്കും വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണോ അസംസ്കൃത വസ്തുക്കൾ വേണ്ടത് അതെല്ലാം ഭഗവാൻ ആദ്യം കണ്ടുണ്ടാക്കി. അതാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. 5 തന്മാത്രകൾ ആദ്യം ഉണ്ടാക്കി. 5 തന്മാത്രകൾ മീൻസ് പഞ്ചഭൂതങ്ങൾ: അഗ്നി, വായു, വെള്ളം, ആകാശം, ഭൂമി. ഇത് 5 തന്മാത്രകളാക്കി ഉണ്ടാക്കി. അതിൽ രസം എന്താ വെച്ചാൽ, ആദ്യം ഇവരെല്ലാം ഉണ്ടാക്കിയപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന എന്താ പറയുക, ഒരു രൂപം നാമമൊന്നും ആയിരുന്നില്ല അവർക്ക് അന്ന്. നാമം തന്നെയായിരിക്കും. ഈ ഒരു ക്വാളിറ്റി അല്ല ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പ്രോസസ്സ് ചെയ്ത് വന്നതാണ്. ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണുന്ന പഞ്ചഭൂതങ്ങൾ. ഇൻ്റർവെൽ അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അഗ്നി, വായു, വെള്ളം, ആകാശം, ഭൂമി എന്നുള്ള 5 പഞ്ചമഹാഭൂതങ്ങൾ 5 തന്മാത്രകളായിരുന്നു. തന്മാത്ര മീൻസ് ദാറ്റ് അലോൺ. വെള്ളം മാത്രം, ഒരു കലർപ്പും ഇല്ല അതിൽ. ആകാശം മാത്രം, നോ പൊല്യൂഷൻ. ഭൂമി മാത്രം, അതിൽ വേറെ ഒന്നുമില്ല. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ നിന്ന് കിട്ടില്ല, ഭൂമി മാത്രമായിരുന്നു. മനസ്സിലായില്ലേ? അഗ്നി പറഞ്ഞാൽ വെറും അഗ്നി, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഓരോന്നിൻ്റെയും അങ്ങേയറ്റത്തെ മാക്സിമം വീര്യമുള്ളതായിരുന്നു, ഹൈലി കോൺസെൻട്രേറ്റഡ്.
പക്ഷേ കോൺസെൻട്രേറ്റഡ് ആയാൽ എന്താ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? വളരെ കട്ടിയുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ കുറേ വെള്ളം ചേർത്തിട്ടൊക്കെ വേണ്ട ഉപയോഗിക്കാൻ. ഡൈല്യൂട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല അല്ലേ? 30 ml കഷായം എടുത്തിട്ട് 60 ml വെള്ളത്തിൽ ചേർക്കുക, അല്ലെങ്കിൽ എന്താ, കോൺസെൻട്രേറ്റഡ് ആണ് കഷായം. അപ്പോൾ ശരീരത്തിൽ പ്രവർത്തിച്ചില്ല. പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് വേണം? അതിനെ ലഘൂകരിക്കണം, അതിനെ ഫർദർ പ്രോസസ്സ് ചെയ്യണം. അതുകൊണ്ട് 30 ml കഷായം എടുത്തിട്ട് 60 ml വെള്ളത്തിൽ തിളപ്പിക്കുക. ഒരു പ്രോസസ്സാണ്. അതുപോലെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഓരോ 5 പഴയ തന്മാത്രകളും ഇന്നത്തെ പവർഫുള്ളായിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങളായിട്ട്. ഇന്നിപ്പോൾ വെള്ളത്തിനൊക്കെ എന്താ പവർ? ഇതിന് എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ അടുത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? അവനങ്ങോട്ട് എതിരായിട്ട് നിന്ന വെള്ളം വേഴ്സസ് മനുഷ്യൻ എവിടെയുണ്ട്? വായു വേഴ്സസ് മനുഷ്യൻ, അഗ്നി വേഴ്സസ് മനുഷ്യൻ, ആകാശം വേഴ്സസ് മനുഷ്യൻ, ഭൂമി വേഴ്സസ് മനുഷ്യൻ. ഒരെണ്ണത്തിന് തടുക്കാനുള്ള ശക്തി ഉണ്ടോ നമുക്ക്? ഒരെണ്ണത്തിന് 5 കൂടി ഒന്നിച്ച് വന്നാലോ തടുക്കാൻ പറ്റുമോ? എന്നാലോ വളരെ മര്യാദക്കാരനാണ്. ഈ ശരീരം ഉണ്ടാക്കിയത് അവരാ, ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം അവരാ. 5 ആൾക്ക് ഇതിൽ ഭാഗമുണ്ട്. പാർട്ട്ണർഷിപ്പാണ്. 5 പേർക്ക് ഇതിൽ ഭാഗമുണ്ട്. തുല്യ പങ്കാളികളാണ് 5 പേര്. പക്ഷെ അവരൊന്ന് എതിർക്കാൻ നിന്ന് നോക്കൂ. തൻ്റെ ഒരു അംശം എന്തെങ്കിലും ഉണ്ടോ, ഒന്ന് അംഗം വെട്ടിയാലോ എന്ന് ചോദിച്ചു. വെള്ളത്തിനോടൊന്ന് അംഗം വെട്ടാൻ നോക്കൂ, വായുവിനോടൊരു അംഗം വെട്ടാൻ നോക്കൂ, ആകാശത്തിനോട് അംഗം വെട്ടാൻ നോക്കൂ, അഗ്നിയോട് അംഗം വെട്ടാൻ നോക്കൂ, ഭൂമിയോട് അംഗം വെട്ടാൻ നോക്കൂ. അപ്പോൾ അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അഗ്നി, വായു, വെള്ളം, ആകാശം, ഭൂമി എന്ന് പറയുന്ന പഞ്ചമഹാഭൂതങ്ങൾ 5 തന്മാത്രകളെ പ്രോസസ്സ് ചെയ്ത് അടുക്കം ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇന്നത്തെ ഫോമിലാക്കിയതാണ്. ആ പ്രോസസ്സിനെയാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ 5-fold പ്രോസസ്സ്. 5 പ്രക്രിയകൾ ചെയ്തിട്ടാണ് ഇന്നത്തെ രൂപത്തിലാക്കി വച്ചിരിക്കുന്നത്. പണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു പൊല്യൂഷനും ഇല്ല, ആകാശത്തിലും ഇല്ല, വായുവിലും ഇല്ല, അഗ്നിയിലില്ല, ഒന്നുമില്ല. വേറൊരു കലർപ്പ് അതിലില്ല. തനി വെള്ളമായിരുന്നു. അത്ര ശക്തിയോട് കൂടിയതായിരുന്നു. അതല്ലേ ആകാശഗംഗ വരുമ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വിടാഞ്ഞാൽ എന്തേ? എന്തിനാ ഈ ജടയിലൊരു പ്രോസസ്സ് നടത്തണ ഭഗവാൻ ഗംഗയായിട്ട് വിടുമ്പോൾ? ആകാശഗംഗ തന്മാത്ര ഭഗവാന്റെ തലയിലേക്ക് ചാടാണ്ട് നേരിട്ട് ഭൂമിയിലേക്ക് വന്നാൽ, ഭഗീരഥൻ കൊണ്ടുവരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ നേരിട്ട് വന്നാൽ നടക്കില്ല. ഭൂമി കുലുങ്ങും വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ് വീഴുമ്പോൾ അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ശിരസ് വഴി വരാൻ കാരണം? അവിടെ ഒരു എന്താ പറയുക, ഒരു ഡൈവേർഷൻ, ഒരു പ്രോസസ്സ് അവിടെ നടത്തി ഭഗവാൻ വിട്ടതാണ്. എന്നിട്ടോ കുറേ അവിടെ തലയിൽ വെച്ചു, ഒരു തുള്ളിയാണ് അപ്പം ഇങ്ങോട്ട് വിട്ടത്. അതാണ് ഗംഗയായിട്ട് മാറിയത്. അപ്പോൾ ആലോചിച്ച് നോക്കിയ ദ പവർ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിന് നിങ്ങളിൽ പല ആൾക്കാരും നായഗ്രയിൽ പോയി കാണില്ലേ? നായഗ്ര വാട്ടർഫോൾസ് ഒന്ന് നോക്കി നോക്കൂ. യു വിൽ അപ്രീഷിയേറ്റ് ദി പവർ ഓഫ് വാട്ടർ. എന്തിവിടെ ചാലക്കുടി വെള്ളച്ചാട്ടം പോയി നോക്കൂ, വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് വന്ന് നോക്കൂ, അപ്പം അറിയാം വെള്ളത്തിൻ്റെ. സമുദ്രത്തിന് മുമ്പിൽ നിന്ന് പോയി നോക്കൂ, അപ്പം അറിയാം സമുദ്രത്തിൻ്റെ വില, അതിൻ്റെ ഗാംഭീര്യം അപ്പം അറിയാം. ആ ഗാംഭീര്യമൊക്കെ ഈ പഞ്ചീകൃതം കഴിഞ്ഞിട്ടുള്ള, വീര്യം കുറച്ചിട്ടുള്ള, വിഷപ്പല്ലെടുത്തിട്ടുള്ള ശൗര്യമാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ. ആ പ്രോസസ്സ് ഈസ് കോൾഡ് പഞ്ചീകൃതം. ഒരു പഞ്ചീകൃത പ്രക്രിയ ചെയ്തിട്ടാണ് ഇത് വന്നത്. സബ്ജക്റ്റിന് അത് റെലവൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പഞ്ചീകൃതം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ഓടിച്ചു പോവാം പഞ്ചീകൃതം പ്രോസസ്സ് എന്താണെന്നുള്ളത്. ഒരു ചെറിയൊരു റെഫറൻസ്, അതൊരു ഇതിൻ്റെ ഭാഗമായിട്ടല്ല, എന്നാലും ഒരു ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ടു എക്സ്പ്ലെയിൻ. വെള്ളം, വായു, ആകാശം, അഗ്നി, ഭൂമി, ഈ 5 തന്മാത്രകൾ ഓരോന്നോരോന്ന് എടുക്കാൻ നോക്കുക. ആദ്യം വെള്ളം എടുക്കുക. ഫോർ എക്സാമ്പിൾ വെള്ളം എടുത്ത് ഭഗവാൻ എന്ത് ചെയ്തു പറയോ? ആ വെള്ളത്തിനെ ഭഗവാൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാലോ. ആ വെള്ളത്തിനെ എന്ത് ചെയ്തു? 2 കമ്പാർട്ട്മെൻറ്റായിട്ട് അങ്ങോട്ട് തിരിച്ചു. ആദ്യത്തെ പകുതി, രണ്ടാമത്തെ പകുതി. ശ്രദ്ധിക്കണേ, കുറച്ച് ചെറിയൊരു കണക്ക് ഇൻവോൾവ് ഉണ്ട് അതിൽ. ഭഗവാൻ നമുക്ക് തോന്നും മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു എന്ന്. ഇത്ര കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒരു പാത്രത്തിലേക്കായിട്ട് കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തു, ആദ്യത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ് 50% വാട്ടർ മുകളിൽ, അതേ തന്മാത്ര തൽക്കാലം അവിടെ വെച്ചു. നീ അവിടെ നിൽക്ക്, നിനക്ക് കുറേ കൂട്ടുകാരെ ഞാൻ തരാം, അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ നിൽക്ക്, ഇങ്ങോട്ടൊന്നും വരരുത്, ഞാൻ ഇവിടെ ഒരു എന്താ പറയുക ഇന്ദ്രജാലം ചെയ്യാണ്, ഇത് കഴിഞ്ഞിട്ട് നിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ വിട്ട് തരാം, അവരുടെ കൂടെ നീ സുഖമായിട്ട് വാഴുമെന്ന് പറഞ്ഞു. കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. ഈ 50% വെള്ളത്തിനോട്. ബാക്കി 50% വെള്ളം താഴത്തെ തട്ടിലെ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. അതും മറ്റേൻ്റെ അത്ര ഈക്വൽ പവർഫുള്ളാണ്. അത് ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ അതങ്ങോട്ട് മാറ്റി, ആ വെള്ളം അങ്ങോട്ട് മാറ്റി ഭഗവാൻ അങ്ങോട്ട് എന്താ കമണ്ടൂലി ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ആ ഭാഗം എന്തായി, എം ടി ആയി. അപ്പോൾ 50% വെള്ളം മുകളിൽ, താഴത്ത് 50% ഫുൾ എം ടി. കേമായിട്ടുണ്ട്. ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ 50%, ഞങ്ങൾ നടക്കണ്ടേ, എന്നല്ലേ പാത്രം നിറയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വായുവിനെ വിളിച്ചു, ആകാശത്തിനെ വിളിച്ചു, അഗ്നിയെ വിളിച്ചു, ഭൂമിയെ വിളിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഒരു അരക്കാൽ ഭാഗം ഓരോരുത്തർ വെച്ച് ഇങ്ങെടുത്താൽ, അരക്കാൽ ഭാഗം എന്ന് വെച്ചാൽ കാൽ ഭാഗത്തിൻ്റെ പകുതി, അരക്കാൽ എന്നൊക്കെ പറഞ്ഞാലേ പണ്ടത്തെ ആൾക്കാർക്ക് അറിയുള്ളൂ. ക്വാർട്ടർ, 1/8 ക്വാർട്ടറാണ് കാലെന്ന് പറയുന്നത്. 1/8 ഇംഗ്ലീഷിൽ പറയുന്നത് ഇംഗ്ലീഷുകാർക്ക് പറഞ്ഞുതരാം. ഗിവ് മീ 1/8 ഓഫ് യുവർ പോർഷൻ എന്ന് വായുവിനോട് പറഞ്ഞു, ആകാശത്തിനോടും പറഞ്ഞു, അഗ്നിയോടും പറഞ്ഞു, ഭൂമിയോടും പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഗിവ് മീ 1/8 ഓഫ് യുവർ പോർഷൻ. തൻ്റെ ഒരു അരക്കാൽ ഭാഗം എടുത്താടോ, കാലിൻ്റെ ഭാഗം അരക്കാൽ, കാല മീൻസ് 1/4, 1/8 ഈസ് അരക്കാൽ, അരക്കാൽ, കാലിൻ്റെ അര മീൻസ് അരക്കാൽ മീൻസ് 1/8. അപ്പോൾ വായുവിൻ്റെ 1/8 വാങ്ങിച്ചു, ആകാശത്തിൻ്റെ 1/8 വാങ്ങിച്ചു, അഗ്നിയുടെ 1/8 വാങ്ങിച്ചു, ഭൂമിയുടെ 1/8 വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി എത്രയായി? 1/8 into 4, 4 divided by 8, 1 divided by 2, that means half. അപ്പോൾ പകുതി പോർഷനായോ? വായുവിൻ്റെയും ആകാശത്തിൻ്റെയും അഗ്നിയുടെയും ഭൂമിയുടെയും അരക്കാൽ വാങ്ങിച്ചപ്പോൾ അരഭാഗമായോ? ആ അരഭാഗം ഈ എല്ലാവരും കൂടി ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വിട്ടു. ഓ, എല്ലാം മിക്സ് ചെയ്തു. എന്നിട്ട് ആ കമ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് തുറന്നു. അപ്പോൾ എന്തായി? ആ വെള്ളം 50% ഈ 4 അരക്കാൽക്കാരെയും കൂടി കൂട്ടി കെട്ടി പിടിച്ച് അവർ ഫ്രണ്ട്സായി. അപ്പോൾ വെള്ളം അങ്ങോട്ട് കംപ്ലീറ്റ് അതിൻ്റെ ശക്തിയൊക്കെ അങ്ങോട്ട് ഡൈല്യൂട്ടായിട്ട് ഇവരുടെ ശക്തി അതിൽ ചേർന്നു. അപ്പോൾ എന്തായി? ഇപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ആരൊക്കെയുണ്ട്? വെള്ളം നല്ലൊരു ഭാഗമുണ്ട്, വെള്ളത്തിൻ്റെ മേജർ ഭാഗം വെള്ളം തന്നെയാണ്. അതിലൊരു അരക്കാൽ ഭാഗം വായു, അരക്കാൽ ഭാഗം ആകാശം, അരക്കാൽ ഭാഗം ഭൂമി, അരക്കാൽ ഭാഗം അഗ്നി. 1/8 വായു, 1/8 ആകാശം, 1/8 ഭൂമി, 1/8 അഗ്നി. അപ്പം ഇന്ന് നമുക്ക് കിട്ടുന്ന വെള്ളത്തിൽ ശരിക്കും പറഞ്ഞാൽ 50% വെള്ളമുള്ളൂ. ബാലൻസ് 50% എന്തൊക്കെയാ? വായു ഉണ്ട് ഇല്ലേ? വെള്ളത്തിന് വായു ഇല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് അനങ്ങുക? ഓളം തട്ടില്ലേ? ഓളം, വെള്ളം. ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വായു ഉണ്ട്, ആകാശമുണ്ട്, എയർ ഉണ്ട്, സ്പേസ് ഉണ്ട്, ഭൂമിയുണ്ട്. മിനറൽസ് ഇല്ലേ വെള്ളത്തിൽ? എത്രയോ മിനറൽസ് ഉണ്ട് വെള്ളത്തിൽ. അത് കാട്ടുകൂടെ വരുന്ന വെള്ളമായാലും ശരി, മഴവെള്ളമായാലും ശരി. മഴവെള്ളം മീൻസ് പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാലും അത് ടെസ്റ്റ് ചെയ്താലും ഇതൊക്കെ അതിൽ കാണാം. അഗ്നിയുണ്ട്. വെള്ളത്തിൽ തീയോ? ആ, വെള്ളത്തിൽ തീയ ഇല്ലേ? വെള്ളത്തിൽ തീ ഉണ്ടാവില്ലേ? കുട്ടികളെ പറയുള്ളൂ ഇല്ലയെന്ന്. വെള്ളത്തിൽ തീയില്ലേ? വെള്ളത്തിൽ നിന്നല്ലേ പക്ഷേ ഇലക്ട്രിസിറ്റി എടുക്കണത്. പിന്നെ വെള്ളത്തിൽ തീയില്ലാണ്ടിരിക്കുമോ? അപ്പോൾ എന്തായി? ആ വെള്ളത്തിന് ഈ 4 എണ്ണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രോസസ്സ് എല്ലാം കൂടി പഞ്ചീകൃതമാക്കിയിട്ട് വെള്ളത്തിന് നമ്മുടെ ഇന്ന് കാണുന്ന പഞ്ചഭൂതം വെള്ളം എന്നുള്ളതിനെ ഒരു റോ മെറ്റീരിയലാക്കി അവിടെ നിർത്തിയിട്ടു. ഇനി ഇത് തൊട്ടിട്ടുള്ള കളിയുള്ളൂ. തന്മാത്ര വെള്ളം, നോ മോർ. അതേപോലെ വായു, ഇതേ പ്രോസസ്സ് തന്നെ വായു. 50% വായു, ബാലൻസ് 50% കൺസിസ്റ്റിംഗ് ഓഫ് വെള്ളം, ആകാശം, ഭൂമി, അഗ്നി. 1/8 1/8 1/8 1/8. അത് വിട്ടുകൊടുത്തപ്പോൾ വായു ഇതിനൊക്കെ അങ്ങോട്ട് സ്വാഹ ആക്കി, എല്ലാം കൂടി കൂട്ടി മറിഞ്ഞ് ഇപ്പോൾ വായുവിൽ 50% വായു ഉണ്ട്,
അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയർ, കാറ്റ്. അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, വെള്ളം. അതിൽ ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്. അതിൽ ഭൂമിയുണ്ട്. അതിൽ ഫോറിൻ മെറ്റീരിയൽസ് ധാരാളമുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആലോചിച്ച് നോക്കുമോ. അഗ്നിയുണ്ട്, ചൂടുണ്ട് അതിന്. എന്താ ആവി അടിക്കണേ എന്ന് പറയില്ലേ, എവിടുന്ന ഈ ആവി വന്നേ? അതേപോലെ ആകാശം, സ്പേസ്. സ്പേസിൽ എന്തെല്ലാം ഉണ്ട്? 50% ആകാശം, അഗ്രീഡ്. ബാലൻസ് 50%-ൽ വെള്ളം, അരക്കാൽ ഭാഗം, ക്വാർട്ടർ ഭാഗം, 1/8, വായു 1/8, ഭൂമി 1/8, അഗ്നി 1/8. ഈ ആകാശത്തിലും ഇല്ലേ വെള്ളം? മോയ്സ്ചർ കണ്ടന്റ് ആകാശത്തിലില്ലേ? വായു ഇല്ലേ ആകാശത്തിൽ? കാറ്റെങ്ങനെയാണ് വരുന്നത്? ഭൂമിയില്ലേ ആകാശത്തിൽ? അവിടെ ഇല്ലേ ഡസ്റ്റ് പാർട്ടിക്കിൾസ്? അഗ്നി ഇല്ലേ ആകാശത്തിൽ? മിന്നൽ പിണർ ഒക്കെ എവിടുന്ന് വരുന്നതാ? അതേപോലെ അഗ്നി 50% അഗ്നി, ബാലൻസ് 50 വെള്ളം, ആകാശം, ഭൂമി, വായു. 1/8, 1/8, 1/8, 1/8. അരക്കാൽ 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 അരക്കാൽ. അപ്പോൾ 4 അരക്കാൽ അര. അപ്പോൾ 50% അഗ്നി. ഇതിനെ അങ്ങോട്ട് എടുത്തു. അഗ്നിയിൽ മറ്റേ വെള്ളത്തിൻ്റെ സ്വരൂപമില്ലേ? ആകാശത്തിൻ്റെ സ്വരൂപമില്ലേ? ഭൂമിയുടെ സ്വരൂപമില്ലേ? വായുവിൻ്റെ സ്വരൂപമില്ലേ? അപ്പോൾ എല്ലാ പഞ്ചമഹാഭൂതങ്ങളിലും മറ്റെല്ലാ പഞ്ചമഹാഭൂതങ്ങളുടെ ഓരോ ഭാഗാംശമുണ്ട്. അതുപോലെ ഭൂമിയിൽ വെള്ളമുണ്ട്, ഭൂമിയിൽ ആകാശമുണ്ട്. ആകാശമില്ലാണ്ട് ഭൂമി നിലനിൽക്കുക. ഭൂമിയിൽ വായുണ്ട്, കാറ്റ്. ഭൂമിയിൽ അഗ്നിയുണ്ട്. തീൻ്റെ അംശമല്ലേ ഭൂമിയിൽ? 2 കല്ലുകൾ വെച്ച് ഉരച്ചിട്ടില്ല അഗ്നി ഉണ്ടാക്കുക. എവിടെ നിന്നു? ആലോചിച്ച് നോക്കും. ദിസ് ഇസ് കോൾഡ് പഞ്ചീകൃത പ്രോസസ്. മനസ്സിലായോ? എന്തൊരു എൻജിനീയറിംഗാണ് നോക്കൂ ഭഗവാന്റെ. ആർ യു നോട്ട് മാർവെൽഡ്? കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല? ഒരു വാവ് ഫീലിംഗ് കിട്ടണില്ല? ഇത് ആരും സഹായിച്ചിട്ടല്ല ഭഗവാൻ ചെയ്തത്. അവിടെ കെമിസ്ട്രി ഒന്നുമില്ല ഭഗവാന്റെ അടുത്ത്. കെമിസ്ട്രി പഠിച്ചവരാരുമില്ല. ഭഗവാൻ ഒറ്റയ്ക്ക് എന്താ പറയുക, ഓംനിഷ്യൻറ്റ്, സർവജ്ഞാനി. എന്തൊരു ലാബ് അനാലിസിസ് അത്! ഏത് ലാബിലാണ് അതിങ്ങനെ ചെയ്യാൻ പറ്റുക അത്ര വൃത്തിയായിട്ട്? ഈ പഞ്ചീകരണം ചെയ്ത തന്മാത്രകളാണ് ഭഗവാന്റെ അസംസ്കൃതമായ വസ്തുക്കൾ. ഇത് വെച്ചിട്ടാണ് ഭഗവാനി കളിക്കുന്നത്. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, അതിൻ്റെ എലൈഡായിട്ടുള്ള മെറ്റീരിയൽസ്, ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചു. ഭഗവാന്റെ സൃഷ്ടിയിലെല്ലാം മിക്കതും പഞ്ചഭൂതങ്ങളാണ്. പിന്നെ അവയെ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും നോക്കാനൊക്കെയാണ് ചന്ദ്രനും സൂര്യനൊക്കെ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല അവർ. ഇപ്പോൾ ഭൂമിയുണ്ട്, ഭൂമിയെ നിലനിർത്താനായിട്ടാണ്, അതിൽ ഔഷധങ്ങൾ വളരാനായിട്ട്, അതിൻ്റെ ഒരു ശക്തിയെ നിലനിർത്താനാണ് ചന്ദ്രൻ്റെ അംശമായിട്ട് അങ്ങോട്ട് പോകാൻ പറയേണ്ടത്. സെൽഫ് ഫെർട്ടിലൈസേഷൻ, സ്വന്തം ഭൂമിക്ക് പശമ ഉണ്ടാവാനാണ് ചന്ദ്രൻ്റെ അംശം വരുന്നത്. പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മകം. അപ്പം അങ്ങനെ ഭഗവാന്റെ സൃഷ്ടികളെ കൊണ്ടാണ് ഈ ചന്ദ്രൻ, സൂര്യൻ, തന്മാത്രകൾ പഞ്ചീകൃതമായിട്ട് സംഭവിച്ചിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങൾ, പിന്നെ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൃഷ്ടി അത് നടത്തി. അതൊക്കെ സോഫ്റ്റ്വെയർ, അതൊക്കെ ഹാർഡ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. മനസ്സ്, അതിൻ്റെ പ്രക്രിയ, അതിൻ്റെ സ്വഭാവം, അഹങ്കാരം, അതിൻ്റെ സ്റ്റാറ്റസ്, എല്ലാം ഒരു മാനുവലൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട്. അപ്പോൾ സൃഷ്ടിയിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ വിഭൂതി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ സൃഷ്ടിയിലത്തെ എല്ലാം ഭഗവാന്റെ വിഭൂതിയാണ്. എന്തും ഒരു മടി വേണ്ട അത് പറഞ്ഞ് ആരെയും മനസ്സിലാക്കാൻ. സ്വയം മനസ്സിലാക്കുക ആദ്യം. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഈ സൃഷ്ടിയിൽ ഒന്നുമില്ല.
അപ്പോൾ നമ്മൾ പ്രാണികളെ വേദനിപ്പിച്ചാലും അതെ, ജന്തുക്കളെ വേദനിപ്പിച്ചാലും അതെ, പക്ഷിലതാദികളെ വേദനിപ്പിച്ചാലും അതെ, സസ്യമൃഗാദികൾ സസ്യങ്ങളെ സസ്യലതാദികളെ വേദനിപ്പിച്ചാലും അതെ, എല്ലാം വേദന ഏൽക്കുന്നത് ഭഗവാൻ തന്നെ. എങ്ങനെയാണോ ചെറിയൊരു മുട്ടുസൂചി കാലിൻ്റെ തള്ളവിരലിൻ്റെ ബാക്കിൽ ചെറിയൊരു അംശത്തിൽ ഒരു കുത്തിയാൽ ഹൂ എന്ന് പറഞ്ഞിട്ട് ശബ്ദം വായന്നാണ് വരിക. തലയുടെ അങ്ങേയറ്റം വരെ വേദന എത്തും. എങ്ങനെയത്? എൻ്റയർ ശരീരം ഈസ് മെയ്ഡപ്പ് ഓഫ് യുവർ സെൽഫ്. എവിടെ വേദനിച്ചാലും അവിടെ ഹെഡ് ഓഫീസിൽ വിവരം കിട്ടും. അതാണ് സൃഷ്ടിയുടെ മഹത്വം. മനസ്സിലായി? അപ്പം അതിനെയാണ് ഇപ്പം നമ്മൾ വേദ എന്നാണ് പറയാം, സ്വാംഗ, സ്വയം സഹകാരി എന്നർത്ഥം. സ്വയം ഹെൽപ്പ് ചെയ്യുന്നവൻ. സഹകാരി മീൻസ് ഹെൽപ്പർ. സ്വയം ഹെൽപ്പ് ചെയ്യുന്നത്. വേറൊരു ഹെൽപ്പറില്ല വേറെ. സെൽഫ് മെയ്ഡ്, സെൽഫ് ഹെൽപ്പ് എന്നൊക്കെ പറയില്ലേ, ഫുള്ളി ഓൺഡ് എന്നൊക്കെ പറയില്ലേ, ഫുള്ളി ഡെവലപ്ഡ് ബൈ എന്നൊക്കെ പറയില്ലേ. സ്വഅംഗം, സ്വാംഗ, അതാണ് ഭഗവാൻ. സ്വാംഗ ഭഗവാൻ. ഓക്കെ, ഇനി പോരാ, അടുത്ത നാമത്തിലേക്ക് പോവാം. പഞ്ചീകൃതം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ്. അതിൽ റെലവൻസ് ഇല്ല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം, ഫോർ സേക്ക് ഓഫ് ഇൻഫർമേഷൻ. അതെ. അപ്പം ഇനി 549 നാമത്തിലേക്ക് കിടക്കുക. അജിത. വീണ്ടും അതേ നാമം തന്നെ വന്നിരിക്കുന്നു കേട്ടോ. ഇതിനെ അധികം വ്യാഖ്യാനിക്കാനൊന്നുമില്ല. അജിത മീൻസ് ജയിക്കാത്തവൻ, ആരാലും ജയിക്കാൻ പറ്റാത്തവൻ. ജയിക്കാത്തവനല്ല, ആർക്കും ജയിക്കാൻ പറ്റാത്തവൻ. അജയ. കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. അജയ. അടുത്തത് കൃഷ്ണ 550. കൃഷ്ണ എന്ന് വെച്ചാൽ 57-ാമത്തെ നാമത്തിൽ നമ്മൾ കണ്ടു കൃഷ്ണ, അഗ്രാഹ്യ ശാശ്വത കൃഷ്ണ. അവിടെ നമ്മൾ കൃഷ്ണനെ വ്യാഖ്യാനിച്ചത് ആകർഷിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഭഗവാൻ പീലികൾ തിരികിന വാർകുഴൽ കെട്ടും പൊന്നേലസുകിലിങ്ങിയിടും അരയിൽ മഞ്ഞപ്പെട്ടും എന്നുള്ള ആ രൂപത്തിനെയാണ് നമ്മളവിടെ വ്യാഖ്യാനിച്ചത്. അങ്ങനെയായിരുന്നു ആചാര്യസ്വാമികളുടെ ഒക്കെ വ്യാഖ്യാനം. അവിടെ കൃഷ്ണ എന്നുള്ള വാക്കിന് ആകർഷിക്കപ്പെടുന്നവൻ. ഭഗവാന് കൃഷ്ണ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ആകർഷണ ശക്തി ഉള്ളവനാണ്, മാഗ്നറ്റിക് പവറുള്ള കാരനാണ്. അങ്ങനെയാണ് അതിനവിടെ വ്യാഖ്യാനിച്ചത്. ഇവിടെ കൃഷ്ണ എന്നുള്ള വാക്കിന് ആചാര്യസ്വാമികൾ അർത്ഥം കൊടുത്തിരിക്കുന്നത് വേദവ്യാസൻ, കൃഷ്ണദ്വൈപായൻ. വ്യാസൻ്റെ പേര് കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണദ്വൈപായൻ. വിഷ്ണുവിൻ്റെ അവതാരമാണ് വ്യാസൻ എന്നാ പറയാം. അതുകൊണ്ടാണ് കൃഷ്ണ എന്ന് പറയാൻ കാരണം വേദവ്യാസനെ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന് നമ്മൾ ചെല്ലാറില്ലേ. വ്യാസായ രണ്ട് ആജക്റ്റീവാ. വ്യാസായ വിഷ്ണുരൂപായ, വ്യാസൻ വിഷ്ണുവിൻ്റെ രൂപമാണ്. അങ്ങനെ ഇപ്പോൾ വേഷം കെട്ടാൽ എല്ലാവർക്കും പറ്റില്ലേ. വ്യാസരൂപായ വിഷ്ണുവേ, വിഷ്ണു വ്യാസൻ്റെയും രൂപമാണെന്ന് പറയാം. അപ്പോൾ പിന്നെ അതിൽ യാതൊരു സംശയമില്ലല്ലോ. വിഷ്ണു ആവശ്യമില്ലാണ്ട് വ്യാസൻ്റെ രൂപം കെട്ടണതിന്. അപ്പോൾ നമ്മളൊക്കെ വ്യാസൻ്റെ രൂപം കെട്ടി ഫാൻസി ഡ്രസ്സായിട്ട് നടക്കാം. ഭഗവാന് നമ്മുടെ രൂപം കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രണ്ടാളും ഒന്ന് തന്നെയാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്നുകൂടി അങ്ങോട്ട് ഉറപ്പിക്കാനാണ് പറഞ്ഞത്. വ്യാസനും വിഷ്ണു ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. വേദവ്യാസൻ എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേദവ്യാസൻ പ്രഭുവായ മഹാവിഷ്ണു തന്നെയാണ് എന്ന് നമ്മൾ അറിയണം. മഹാവിഷ്ണു തന്നെയാണ് വേദവ്യാസൻ, വേറൊരാളല്ല. അല്ലെങ്കിൽ ആർക്കും അത്രയൊക്കെ കഴിയുക? ഈ പ്രയത്നം, വ്യാസം ചെയ്തിട്ടുള്ള പ്രയത്നം ചെയ്യാൻ വരും തലമുറകൾക്ക് വ്യാസം ചെയ്ത് കൂട്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ, സൽക്കർമ്മങ്ങൾ വേറെ ആരൊക്കെ ചെയ്യാൻ കഴിയുക? വിഷ്ണുവിൻ്റെ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു കോൺസെൻട്രേറ്റഡ് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമായിരിക്കുന്ന വേദങ്ങൾ ആർക്കും അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കുറേ മന്ത്രങ്ങൾ, അപ്പം അതിനെയൊക്കെ 4 വേദങ്ങളായി പകുത്ത്
4 തരത്തിലാക്കി വേദങ്ങളെ ഡിവൈഡ് ചെയ്ത്. കാരണം ഇതൊരു സമുദ്രം പോലെ അങ്ങനെ കിടക്കുകയാണ്. എവിടെ ഒന്ന് അവസാനിക്കണം, ഒന്ന് തുടങ്ങണത് അറിയില്ല. ഒരു അധ്യായം എവിടെ തുടങ്ങണം, മറ്റധ്യായം എവിടെ അവസാനിക്കണം, ഒരു പിടിയില്ല. കാരണം ഇതിങ്ങനെ തലമുറയായിട്ട് കാണാപ്പാടം പഠിച്ചു വരില്ലേ. അങ്ങനെ അവസാനം പരാശരൻ്റെ മകൻ വ്യാസൻ വന്നിട്ടാണ് ഇതിന് ഒരു അറുതി കണ്ടുപിടിച്ചത്. ഇങ്ങനെ പോയാൽ പോരാ, ഇതിനെ ഒന്ന് കണ്ടൻസ് കോഡിഫൈ ചെയ്യണ്ടേ, നമുക്ക് ഇതിനെ ഒന്ന് വ്യസിക്കണ്ടേ, നമുക്ക് ആൾക്കാർക്ക് അറിയണ്ടേ ഏതൊക്കെ വേദങ്ങളാണ്. ഇതാകപ്പാടെ വായിച്ചു നോക്കുമ്പോൾ 4 രീതിയായിട്ട് കാണാനുണ്ട്. പക്ഷേ അവിടെ ഇവിടേക്കാണ് കിടക്കുന്നത്, അസോർട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നന്നായി മാറ്റിയെടുക്കണ്ടേ. ചോക്ലേറ്റൊക്കെ ഒരു ഭാഗത്ത്, വെണ്ണിലേക്ക് ഒരു ഭാഗത്ത്, സ്ട്രോബെറി വേറൊരു ഭാഗത്ത്, ഇതെല്ലാം കൂടി സ്ട്രോബെറി, ചോക്ലേറ്റ്, വെണ്ണില എല്ലാം കൂടി ഒരു അസോർട്ടഡ് മിക്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് അസോർട്ടഡ് എന്ന് മാറ്റി, ഇതാണ് വെണ്ണില, ഇതാണ് ചോക്ലേറ്റ്, ഇതാണ് സ്ട്രോബെറി, ഇതാണ് പൈനാപ്പിൾ. അങ്ങനെ 4ആയിട്ട് ഭാഗിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. അതിലുള്ള മന്ത്രങ്ങൾ ഇതൊക്കെയാണ്. ബ്രാഹ്മണ പോർഷൻ ഇതാണ്, കർമ്മ പോർഷൻ ഇതാണ്, ഉപനിഷത്ത് പോർഷൻ ഇതാണ്. ഈ വേദങ്ങളിൽ ഇത്ര ഉപനിഷത്തുണ്ട്, ഈ വേദങ്ങളിൽ ഇത്ര ഉപനിഷത്തുണ്ട്. ഇതൊക്കെ ആരെ കോഡിഫൈ ചെയ്യുക? ചില്ലറ കാര്യമാണ്. വേദം എന്ന് പറയുന്നത് ബിറ്റ് നോട്ടീസൊന്നും അല്ല ഇലക്ഷൻ കൊടുക്കണതേ. എല്ലാവരും കൂടി പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പാംഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയല്ല വേദം വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അർത്ഥം എത്ര ഗാംഭീര്യമായിട്ടുള്ളതാണ്. അത് 4ആയിട്ട് ഭാഗിച്ച്, ആ ഭാഗിച്ചതിന് പിന്നെയും 3ആയിട്ട് ഭാഗിച്ച് ഉപനിഷത്ത് ഭാഗങ്ങളൊക്കെ ഉണ്ട് മാറ്റിയെടുത്ത് എല്ലാ വേദങ്ങളിലെയും ഉപനിഷത്ത് കംപ്ലീറ്റ് ഒന്ന് കോഡിഫൈ ചെയ്ത് ആകെ എത്ര ഉപനിഷത്തുകളുണ്ടെന്ന് നോക്കി അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി ബ്രഹ്മസൂത്രം എഴുതി അതിനൊക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് സൂത്രരൂപത്തിൽ ഈ വേദത്തിൽ പറഞ്ഞതിനൊക്കെ ഒന്ന് കണ്ടൻസ് ചെയ്തിട്ട് ഇൻ ദ ഫോം ഓഫ് സൂത്രസ്, എഫോറിസംസ്, ഇതേ തത്വം തന്നെ അവിടെ പറഞ്ഞു എഴുതി. ഈ വേദങ്ങളൊന്നും പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷേ തത്വങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? ആം ആദ്മി പാർട്ടിക്കാരത് പറഞ്ഞ് എന്ത് മനസ്സിലാക്കും? അവർക്ക് എന്ത് ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാവുക? മുത്തശ്ശി കഥകൾ, പുരാണങ്ങൾ പറഞ്ഞു കൊടുത്തു. വേദങ്ങളുടെ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള പുരാണങ്ങൾ, നീതി, ധർമ്മം, സത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പുരാണ കഥകളുണ്ടാക്കി 18 എണ്ണം, 1 2 അല്ല. അതിന് 18 ഉപപുരാണങ്ങൾ, ഭാഗവതം കഴിഞ്ഞില്ല. ഇതിനൊക്കെ പുറമെ വേദത്തിൻ്റെ അതേ സ്റ്റാറ്റസുള്ള പഞ്ചമവേദം. കാരണം വേദത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ധർമ്മങ്ങളും നീതികളും ന്യായങ്ങളും, എന്താ പറയുക, ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം, ഭരണതന്ത്രം, മനുഷ്യൻ്റെ ബന്ധങ്ങൾ, ലോകനീതി, ലോക നടപ്പ്, ഇതെല്ലാം എന്തെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒരു ഗ്രന്ഥരൂപത്തിലാക്കിയിട്ട് മാനുഷിക ബന്ധങ്ങൾ, മനുഷ്യന്മാർക്ക് പെരുമാറാത്തക്ക രീതിയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച് കോപം, വാശി, കുശുമ്പ്, അസൂയ, ദുർമന്ത്രം ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി സ്നേഹം, നീതി, ധർമ്മം, കനിവ്, കഴിവ്, സാമർഥ്യം ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിന് ഓരോ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി നെയ്തെടുത്തിട്ടുള്ള ഒരു സാമാന്യ ഗ്രന്ഥമാണ് 1,25,000 ശ്ലോകങ്ങൾ വരുന്ന മഹാഭാരതം. അതിൻ്റെ ആ ഗാംഭീര്യം കൊണ്ട് അന്നത്തെ ആൾക്കാർ അതിനെ പഞ്ചമവേദം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, 1,25,000 ശ്ലോകം. ഇത്രയും വലിയ ഗ്രന്ഥം, സിംഗിൾ ഗ്രന്ഥം വേറെ ലോകത്തിലില്ല. മനസ്സിലായോ? അതാണ് ഒറ്റയ്ക്ക് നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞോട്ട് തമ്പുരാൻ തർജ്ജമ. ആലോചിക്കണം. ഇരിക്കട്ടെ, തമ്പുരാനെ കുറിച്ച് എല്ലാം നമ്മളിപ്പോൾ പറയണം, എന്നാലും പറയാൻ പറ്റില്ല. ഭാരതം എന്ന് പറഞ്ഞാൽ തമ്പുരാനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കേരളത്തിനൊരു മുതൽക്കൂട്ടാണത്. വേറെ ഒരു നാട്ടുഭാഷയിലും എന്താ പറയുക, 1,25,000 ശ്ലോകം മഹാഭാരതത്തിലെ വൃത്താനുവൃത്തം തർജ്ജമ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഭാഷ മലയാളം മാത്രമേ ഉള്ളൂ. മത്താടി കൊള്ളുകൻ്റെ ഭാഷയെ നീ, മലയാളം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മത്താടി കൊള്ളണം എന്നാണ് പറയാം. അത് ഇതൊരു കാരണമാണ്. അപ്പം അങ്ങനത്തെ മഹാഭാരതം, പഞ്ചമവേദം, എത്ര കൃതികൾ, എത്ര ഗ്രന്ഥങ്ങൾ ഭഗവാൻ രചിച്ചു. ആരെ കൊണ്ട് അതൊക്കെ പറ്റുക? ഭഗവാനല്ലാണ്ട്, ഭഗവാന്റെ അവതാരം അല്ലാണ്ട് ആർക്കത് പറ്റുക?
ആർക്കാ ഭഗവാൻ? വേറെ ഒക്കെ പോക്കോട്ടെ, മഹാഭാരതം എന്നുള്ള ഒരൊറ്റ ഗ്രന്ഥം ആർക്ക് രചിക്കാൻ പറ്റും? ഭഗവാന്റെ കഴിവില്ലാണ്ട്, ഭഗവാന്റെ ശക്തി ഇല്ലാണ്ട്. ഭഗവാൻ തന്നെ പറ്റുമോ? നോ ഡൗട്ട്. വിഷ്ണു പുരാണത്തിൽ പറയും, കൃഷ്ണദ്വൈവായനം വ്യാസം വിദ്ധി നാരായണം പ്രഭുവും. കൃഷ്ണദ്വൈവായനം വ്യാസൻ, അതാരാ? വിദ്ധി അറിഞ്ഞാലും നാരായണം പ്രഭു. നാരായണ പ്രഭു തന്നെയാണത്. സാക്ഷാൽ നാരായണൻ തന്നെയാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണത്. കാരണം കോഹോ അന്യ പുണ്ടരീകാക്ഷൻ, പുണ്ടരീകാക്ഷനല്ലാതെ ശ്രീ മഹാവിഷ്ണു അല്ലാണ്ട് കോ അന്യ വേറെ ആർക്കാണ് മഹാഭാരത കൃദ്ഭവേ, മഹാഭാരതം രചിക്കാൻ പറ്റുക? വേദങ്ങൾ ബോധത്തൊന്നുമല്ല അവിടെ കാര്യം. മഹാഭാരതം രചിക്കാൻ പറ്റണമെങ്കിൽ അത് ഈ അംശം തന്നെ ആവണം എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ കൃഷ്ണ എന്ന് വെച്ചാൽ വേദവ്യാസം എന്നാണ് അർത്ഥം. ഓക്കെ. അടുത്ത നാമം 551 ദൃഢ. ദൃഢ മീൻസ് ഒരിക്കലും ചാഞ്ചല്യമില്ലാതെ ഉറച്ചു നിൽക്കുന്നവൻ അർത്ഥം. ദൃഢമായി നിൽക്കുന്നവൻ. സ്ഥാണു, അചലോയം, ചലമില്ലാത്തവൻ. സ്ഥാണു, ഉറച്ചു നിൽക്കുന്നവൻ. കൂടസ്ഥൻ, മാറ്റമില്ലാത്തവൻ. സ്വരൂപത്തിനോ സാമർഥ്യത്തിനോ ജ്ഞാനത്തിനോ ഐശ്വര്യത്തിനോ ഒരു കാലത്തും ഒരു മാറ്റവും സംഭവിക്കാതെ അച്യുതനായിട്ട് നിൽക്കുന്നവൻ, ച്യുതമില്ലാതെ നിൽക്കുന്നവൻ. ദൃഢ, ഒന്നില്ലെന്നും വീഴ്ചയില്ലാത്തവനാണ്. നോ ഡിഗ്രഡേഷൻ, നോ ഫോളിങ്, ഒന്നും ഭഗവാനില്ല. മാറ്റത്തിൻ്റെ ആവശ്യമില്ല. എന്തിനാ മാറണം? എങ്ങനെയാ മാറുക? എന്തിനാ മാറണമല്ല, എങ്ങനെയാ മാറുക? എവിടെയാ ഭഗവാൻ ഇല്ലാത്ത? ഇരുട്ട് മാറ്റാൻ പറഞ്ഞ പോലെയാവില്ലേ? വെളിച്ചമുള്ളിടത്ത് എവിടെ ഇരുട്ടുണ്ടാവുക? വെളിച്ചം കൊണ്ട് വെച്ചിട്ട് എന്താ കാര്യം? ഭഗവാന് മാറാനൊരു സ്ഥലം വേണ്ടേ? സർവ്വവ്യാപിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറും. സർവജ്ഞാനിയാണെങ്കിൽ പിന്നെ എന്ത് ജ്ഞാനത്തിന് എന്ത് വീഴ്ച വരും? അതിനുള്ള അവകാശമില്ല, അതിനുള്ള ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാന് ദൃഢ എന്നുള്ള നാമം ലഭിച്ചു. ദൃഢ. ഓക്കെ. അപ്പോൾ അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം. ഇത് തൽക്കാലം വിട്ടിരിക്കട്ടെ. 44 മിനിറ്റായി. അപ്പോൾ ഇനി ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ.